അപകടം നടക്കുന്ന സമയത്ത് ബോട്ടിനുള്ളിൽ പകർത്തിയ ദൃശ്യങ്ങളിൽ ജീവനക്കാർ ധൃതിയിൽ ലൈഫ് ജാക്കറ്റുകൾ കെട്ടഴിച്ചെടുക്കുന്നത് കാണാം. എന്നാൽ മിക്ക യാത്രക്കാരും ജാക്കറ്റുകൾ ധരിച്ചിരുന്നില്ല. ബോട്ട് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റുകൾ നൽകുന്നതിന് പകരം അവ ഒരിടത്ത് പൂട്ടിവെച്ചിരിക്കുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ടവർ ആരോപിക്കുന്നു. വെള്ളം കയറി ബോട്ട് നിയന്ത്രണം വിട്ടപ്പോൾ മാത്രമാണ് ഇവ വിതരണം ചെയ്യാൻ തുടങ്ങിയത്. ഇത് യാത്രക്കാർക്കിടയിൽ വലിയ ഉന്തും തള്ളും പരിഭ്രാന്തിയും സൃഷ്ടിച്ചു. ദുരന്തത്തിൽ മരിച്ച 39 വയസ്സുകാരി മറീന മാസിയും 4 വയസ്സുകാരനായ മകനും ഒരുമിച്ച് ലൈഫ് ജാക്കറ്റ് ധരിച്ച നിലയിലായിരുന്നു. വെള്ളം കയറിയ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയപ്പോൾ മകനെ തന്റെ ശരീരത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നു മറീനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കാഴ്ച രക്ഷാപ്രവർത്തകരെ പോലും കണ്ണീരണിയിച്ചു. ശക്തമായ കാറ്റും ഓളങ്ങളും കാരണം വെള്ളം പ്രക്ഷുബ്ധമായപ്പോൾ ബോട്ട് തിരിച്ചുവിടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ അത് കേട്ടില്ലെന്ന പരാതിയുണ്ട്. കൂടാതെ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ബോട്ടിലുണ്ടായിരുന്നതായും ടിക്കറ്റില്ലാത്ത കുട്ടികളെ പോലും കയറ്റിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപ്രദേശ് സർക്കാർ വലിയ നടപടികൾക്ക് തുടക്കമിട്ടു. ടൂറിസം വകുപ്പിലെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്തു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സമാനമായ ക്രൂസ് സർവീസുകൾക്ക് മുഖ്യമന്ത്രി മോഹൻ യാദവ് നിരോധനം ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഇരകളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിൽ കരസേന, NDRF, SDRF എന്നിവരുടെ നേതൃത്വത്തിൽ കാണാതായ 6 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 9 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്.